ഹലോ നമസ്കാരം. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്കത് കേട്ടപ്പോൾ ഒന്ന് അതിന് 2 വാക്ക് പറയണം എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. ഒരു സഹോദരൻ എഴുതിയിരിക്കുന്നു, അവൻ്റെ ഭാര്യ 4 പേരിൻ്റെ കൂടെ പോയി, 4 പേരും ഇപ്പോൾ വിട്ടിട്ട് പോയി. അപ്പോൾ അവന് സന്തോഷമായി എന്ന് പറഞ്ഞാണ് അവൻ ആ പാട്ട് പാടുന്നത്. പക്ഷേ ആ സഹോദരൻ്റെ ഉള്ളിലുള്ളൊരു വേദന അത് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്നേഹിച്ച ഒരുത്തൻ, അവൻ്റെ ഭാര്യ 1, 2, 3, 4 ഈ സ്ത്രീകൾക്ക് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ആ സുഖം തന്നെയല്ലേ പിന്നുള്ള ആണുങ്ങളുടെ കൂടെ പോകുന്നവന്മാരെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ ലോകത്തിലെ പെണ്ണുങ്ങൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും സ്നേഹവും ഈ കൊണ്ടുപോണവന്മാരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല. കാരണം അവർ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം കൊണ്ടുപോകുന്നവരാണ്. ഒരു ഭർത്താവും മക്കളുമുള്ള ഒരു പെണ്ണിനെ, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരാണ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെണ്ണിൻ്റെ ശരീരത്തിന് വേണ്ടി മാത്രമാണ്. അത് മനസ്സിലാക്കുന്ന സ്ത്രീകൾക്ക് ഒരു ജീവിതമുണ്ടാകും. ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തുറന്ന് പറഞ്ഞ് ആ തെറ്റ് സമ്മതിച്ചിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഇത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവളെക്കുറിച്ച് ഇപ്പോഴും പറയുന്നു. ഈ 4 പേരിൻ്റെ കൂടെയെല്ലാം പോയിട്ട് ഒരു സ്ത്രീ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലേ, ഒരു മുളം കയിര് അല്ലെങ്കിൽ അവളുടെ ജീവിതം എവിടെയെങ്കിലും പോകും. കാരണം കൊണ്ടുപോയവന്മാരെല്ലാം അവരിൻ്റെ സുഖങ്ങൾ കഴിയുമ്പോൾ ഉപേക്ഷിക്കും. കാരണം ഒരു ഭർത്താവ് നോക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, എൻ്റെ ഭാര്യ എന്നുള്ളത്. ആ ഭാര്യ എന്നുള്ള ഒരു മനുഷ്യൻ സ്നേഹിക്കുന്ന സ്നേഹത്തിനും അവരെ കിട്ടുന്ന ഭാര്യയെ സംരക്ഷിക്കുന്ന സംരക്ഷണവും ഒരു കൊണ്ടുപോണ ആണുങ്ങളും നോക്കില്ല. അവർ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ പെണ്ണുങ്ങൾ ഒന്ന് ആലോചിക്കാനുണ്ട്. ഈ ഓടിപ്പോവുക, ഇവനെ വിട്ട് അവൻ്റെ കൂടെ പോവുക, അവനെ വിട്ട് ഇവൻ്റെ കൂടെ പോവുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നമ്മളുടെ റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു പട്ടിക്ക് തുല്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, പട്ടി പറഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ പോലും ആ പട്ടികൾ ഒരു ആണിൻ്റെ കൂടെ ഒരു പട്ടി ഒരിക്കലും ജീവിക്കില്ല. ഏതെല്ലാം പട്ടികൾ അതിനെ ഇതാകുന്നുണ്ടോ ആ ഒരു ജീവിതമാണ് ഈ കണ്ട ആണുങ്ങളുടെ കൂടെ എല്ലാം പോകുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം. അതായത് എൻ്റെ അഭിപ്രായമാണ്. എല്ലാ സ്ത്രീകളെയും അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഒരിക്കലും. ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏത് ആണുങ്ങളുടെ കൂടെ പോകുന്ന ഒരു പെണ്ണിനെയും ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അതായത് തെരുവിൽ കഴിയുന്ന പട്ടിക്ക് തുല്യമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പോൾ ഒന്നുമില്ലേ, ഒരു മുളം കയ്യിരിൽ ഈ താൽക്കാലികം ഒരു സുഖം, ഇല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക. ഈ സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം അവർ വരുന്നു, അവരുടെ കുടുംബം നോക്കണം, മക്കളെ നോക്കണം, ബാധ്യതകൾ ചെയ്യണം. അതുകൊണ്ട് അവർക്ക് അതിനൊന്നും സമയമുണ്ടാകില്ല, അതിനൊന്നും അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിയ ഭർത്താവിന് സ്നേഹമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എന്നെ പോലെ ആയിരിക്കണം. എൻ്റെ ഭർത്താവിന് 3 മക്കൾ ഉണ്ട് എന്നല്ലാതെ യാതൊരു വക ഉത്തരവാദിത്തം, ഭാര്യ, മക്കൾ, കുടുംബം ഇതൊന്നും ആ മനുഷ്യനില്ല. അയാൾക്ക് അയാളുടെ സുഖം മാത്രമാണ്. അതേപോലെയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ പോകാം. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ ഭർത്താവും ഞാനും ഒരേപോലെയായിരിക്കും. കാരണം ഞാൻ നല്ല തറവാട്ടിൽ ജനിച്ച ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും മകളായതുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നടക്കുന്ന സ്ത്രീകൾ ലാസ്റ്റ് ഒരു മുളം കയ്യിരിൽ തൂങ്ങുമെന്നുള്ള സത്യം കാലം അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിന് യാതൊരു സംശയം വേണ്ട. കർമ്മം എന്നുള്ളൊരിതുണ്ട്, അത് അനുഭവിച്ചേ പോകും. കണ്ട ആണുങ്ങളുടെ കൂടെ പോണ പെണ്ണുങ്ങൾക്ക്, ഭർത്താവും മക്കളെയും ഉപേക്ഷിച്ച് പോകുന്ന പെണ്ണുങ്ങൾക്കുള്ളൊരു പാഠമാണത്. കാരണം ഇന്നത്തെ കാലത്ത് സുഖങ്ങൾ വേണ്ടിക്ക് മാത്രം ജീവിക്കുന്നതാണ്. ആണുങ്ങളുടെ മാത്രം കുറ്റം പറയരുത്, പെണ്ണുങ്ങളിൽ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഭാര്യയുള്ള ഭർത്താവും ഭർത്താവുള്ള ഭാര്യയും ചെയ്യുന്നതിന് അവർക്ക് ഒന്നും മരണം മാത്രം
അവരുടെ ജീവിതം ഒരു മുളം കയ്യിരിൽ മാത്രമാണ്. ഓക്കെ, ബൈ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദന, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് പോലും അവൾ ചെയ്തില്ലേ എന്നുള്ളൊരു വേദന ആ പാട്ടിലുണ്ട്.